സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിജോസർ ഗെയിമിംഗ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ നെതറൈറ്റൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെറ്റാക്കി. പിന്നെ പണ്ടോ സ്നൗട്ട് ആർമറും കോപ്പറും ഇങ്കട്ടും എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമ്മളിന്ന് ട്രിമ്മ് ആഡാക്കാൻ പോകണം നമ്മളെ ആർമറിൽ. സ്നൗട്ട് ആർമർ ട്രിമ്മാണ് കേട്ടോ ആഡ് ചെയ്യണത്. അപ്പം ആദ്യം തന്നെ അതൊന്ന് ചെയ്തേക്കാം. ആദ്യം തന്നെ ആർമർ കയ്യിൽ പിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്മിത്ത് ആൻഡ് ടെംപ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് അറിയാതെ ഇട്ടുപോയി. ഇതൊന്ന് ആഡാക്കിയേക്കാം. ഓക്കെ, നമ്മളെ ഹെൽമെറ്റ് ഇതാ റെഡി. ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. അങ്ങനെ നമ്മൾ ഓറഞ്ച് പെയിൻ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മളെ ആർമറിന്. പെയിൻ്റ് എല്ലാം ട്രിം ആഡാക്കിയാണ് നമ്മൾ ഒരു രസത്തിന് പറഞ്ഞതെന്നുള്ളൂ. പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ട്രിമ്മ്. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. സംഭവം കൊള്ളാമല്ലേ? ഒന്ന് കുറച്ചിട്ട്. ഓക്കെ, നൈസ്. ഇത് ഏതായാലും കിടിലനായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ട്രൈ ആണ്. ഓറഞ്ച് ഞാൻ ആരടുത്തും അങ്ങനെ കണ്ടില്ല, അതാണ് ഞാൻ ഇപ്പം ചെയ്ത് നോക്കിയത്. ഏതായാലും കൊള്ളാമല്ലേ? കമൻറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ഗോൾ എന്താ അറിയണ്ടേ? നമുക്ക് ഡ്രാഗനെ കൊല്ലണം. ഡ്രാഗനെ കൊല്ലാനുള്ള റിസോഴ്സസ് ഒക്കെ ഒന്ന് ഗ്യാദർ ചെയ്യണം. എൻ്റെ FOV പഴയതുപോലെ ആക്കിയാണേ. ഓക്കെ, അപ്പം നേരെ നമുക്ക് ഡ്രാഗനെ കൊല്ലാനുള്ള പരിപാടിയിലേക്ക് നടക്കാം. നമ്മളിതാ നേരെ ഫോർട്രസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടേ. നിങ്ങൾ പെട്ടെന്ന് എന്താ നെതറിലെന്ന് ചോദിക്കരുത്. എൻ്റെ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് അത് പോയി. അതിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മളെ നെതറൈറ്റ് ടൂൾസ് ആക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് കുറച്ചൊന്ന് ബാക്കോട്ട് അടിച്ച് നോക്കിയാൽ കാണാം. മറ്റേ ഡയമണ്ട് ടൂൾസാണ് മിക്കതും. സോഡ് മാത്രമായിരുന്നു നെതറൈറ്റ് ആയിട്ടുള്ളത്. അപ്പം ആ വീഡിയോ ഡിലീറ്റായി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഡ്രാഗനെ കൊല്ലാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോർട്രസ് പോയിട്ട് ബ്ലേസിനെ തല്ലിക്കൊല്ലണം. ബ്ലേസിനെ തല്ലിക്കൊന്നാലേ ബ്ലേസിൻ്റെ റോഡ് കിട്ടുള്ളൂ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഐ ഓഫ് എൻഡർ ഉണ്ടാക്കുക. അറിയാത്തവർക്ക് പറഞ്ഞു തന്നുള്ളൂ, അറിയുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കുക. ഓക്കെ, ഇനി നേരെ ഫോർട്രസിലെത്തിയിട്ട് കാണാം. ഇത് ഭയങ്കര ലാഗാണ്. അങ്ങനെ ഫോർട്രസിലെത്തി. ഇനി ഇത് നമുക്ക് കുഴിച്ച് കയറി നോക്കാം ഇവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ. ഓ, സ്പോണർ. ഒടുക്കത്തിലേക്ക്. ഇനി അത് തപ്പി നടക്കണം എന്ന് വിചാരിച്ച് നടക്കേനി ഞാൻ. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. നെതറൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല. അറ്റടിക്ക് കൊല്ലാനേ ഉള്ളൂ വിലക്കെ. അപ്പം ഞാനിതൊന്ന് കളക്ട് ചെയ്യട്ടെ. നമ്മുടെ വീഡിയോ ഒക്കെ കുറേ ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ് ആ വീഡിയോയും കൂടി കട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും അത്യാവശ്യം കുറേ ബ്ലേസ് റോഡായിട്ടാണ് ഞാൻ പോണത്. 26 ഉണ്ടാവും. നിങ്ങൾക്ക് കാണണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ആവശ്യം വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യം വരരുത് എന്നല്ല, ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത് എന്നുള്ളതിൽ കേട്ടോ. അപ്പം ഇനി നമുക്ക് എൻഡർപ്പേൾ ഒപ്പിക്കണം. എൻഡർപ്പേൾ എൻ്റെ വീട്ടിൽ കുറച്ചുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതും എടുത്ത് നമുക്ക് എൻഡർപ്പേളും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടി നോക്കാം. എൻഡർപ്പേൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നില്ലല്ലോ. വാർപ്പിട് ഫോറസ്റ്റ് പോയിട്ട് കൊല്ലലാണ്. അപ്പം അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. എൻ്റെ കയ്യിൽ 10 കൂടാതെ 12 വേറെയുണ്ട്. അപ്പോൾ എൻഡർപ്പേൾ ഏകദേശം അതുതന്നെ ധാരാളമാണ്. നമുക്ക് ഐ ഓഫ് എൻഡർ ആക്കാം. ഓക്കെ, സെറ്റ്. 12 ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കാം. പിന്നെ പോണ വഴിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. കുറച്ച് പൗഡർ കയ്യിൽ വെച്ചേക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലും. അല്ലെങ്കിൽ ഉണ്ടാക്കിയേക്കാം. മതി, അത് മതി. ഓക്കെ, ഇനി കുറച്ച് ഒബ്സിഡിയൻ, ഒരു എൻഡർ ചെസ്റ്റും കൂടി ഉണ്ടാക്കിയേക്കാം. 1 അല്ല 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ബേസിൽ വെക്കാനും ഒന്ന് കൊണ്ട് നടക്കാനും.
അപ്പം അതും സെറ്റായി. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഇതൊന്ന് എടുത്ത് വെച്ചോട്ടെ. ഇനി നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം. എൻട്ര ചെസ്റ്റ് ഇവിടെ വെക്കാം. അതാകുമ്പോൾ ബേസിൽ വന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ. ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്കും എടുത്ത് വെക്കാം. ഓക്കെ. അയ്യോ, എൻട്ര ചെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് പോവാം. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നെതർ റാക്ക് എടുക്കാം. അത് വിട്ടുപോയതാണ്. ഞാൻ അപ്പോൾ കുറച്ച് ദൂരം പോയി പിന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. ആവശ്യത്തിന് ആരോസും ഒക്കെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഇതിലെടുത്ത് വെച്ചേക്കാം. എവിടെന്നെങ്കിലും ചത്താൽ പോകണ്ട, വെറുതെ എന്തിനാ. ഓക്കെ, ചാവൊന്നുമില്ല, ടോട്ടോ ഉണ്ട്, ഒന്നും ഒരു സീനല്ല. എല്ലാ സാധനവും സെറ്റായി. നമുക്ക് ആദ്യത്തെ ഐ ഓഫ് ഫണ്ടർ എറിഞ്ഞു നോക്കാം. ഓക്കെ, ബാക്കിലേക്കാണ് പോണത്, നമ്മളെ വീടിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു കുട്ടി ടൈം ലാപ്സ് ആയിരിക്കും. കുറേ നേരത്തിന് ശേഷം നമ്മളിതാ ഒരു വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് എറിഞ്ഞപ്പോൾ താഴോട്ട് പോയ കണ്ടില്ലേ, അതാ പൊങ്ങി വന്നു. അപ്പം ഇവിടുന്ന് നേരെ കുഴിച്ച് നോക്കാം. അങ്ങനെ സ്ട്രോങ് ഹോൾഡ് കിട്ടി. ഇനി നമുക്ക് നമ്മളെ എന്താ പറയുക, സ്ട്രോങ് ഹോൾഡ് റൂമിൻ്റെ എന്താ പറയുക, പോർട്ടലില്ലേ, അവിടേക്ക് എത്തണം. അപ്പം ഇവിടേക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. അതുകൂടി ടൈം ലാപ്സ്. ഓക്കെ, ഇതേ കിടക്കണു. ഇതാദ്യം പൊട്ടിക്കാം. അയ്യോ, ഇപ്പം മറ്റേ പോർട്ടലും കൂടി പൊട്ടിച്ചേനെ. ഈ സാധനം കൊല്ലി. ഓക്കെ, അതിനെ കൊന്നിട്ടുമുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ആദ്യം ആവശ്യമില്ലാത്തതൊക്കെ ഈ ലാവയിലേക്ക് ഇറങ്ങണം. ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി ആവശ്യമില്ലാത്തത് ഒക്കെ ഇതിലേക്ക് വലിച്ചെറിയാം. ഇത് വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട. ഓക്കെ, ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഉപയോഗിക്കാം. ഓക്കെ, ഡയമണ്ട് ഒന്നും ഞാൻ അറിയില്ല കേട്ടോ. ഡയമണ്ട് നമുക്ക് വരുന്ന വഴിക്ക് കിട്ടിയാണ് ടൈം ലാപ്സിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇനി ഇതൊക്കെ ഒന്ന് വയ്ക്കാം. ഒന്ന് പറന്നുപോയി, കണ്ടോന്നറിയില്ല, ഒന്ന് പറന്നുപോയി. ഇനി 4 ബാക്കി. പേടിക്കണ്ട, നമ്മളതിൽ എൻഡർ ചെസ്റ്റിൽ എല്ലാ സംഭവവും ഉണ്ട്. ആദ്യം ഇവിടെ ബെഡ് വെച്ചിട്ട് റീസ്പോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, ലാബിലാക്കാം. ഓക്കെ, ഇനി ഇത് തുറന്ന്. ഓക്കെ, അയ്യോ ഫെൻഡർ. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാൻ ഭയങ്കര ലാഗായിട്ടേക്കും കളിക്കാതെ കേട്ടോ. 4 ഇവിടെ റെഡിയാക്കി. അതിവിടെ 4 ഞാൻ വെച്ചിട്ടും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ചാടാനുള്ള പണി മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ആവശ്യമുള്ളതൊക്കെ എടുക്കണോ? ഈ എൻഡർ ചെസ്റ്റ് കയ്യിലെടുത്തേക്കാം, നമുക്ക് അവിടെ പോയി വെക്കാം. പിന്നെ ഇങ്ങോട്ട് തന്നെ ചാടണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നേരെ എൻഡിലേക്ക്. ഫസ്റ്റായിട്ടാണ്. ഓക്കെ, ജനറേറ്റിംഗ്. ഓക്കെ, സ്പോണ് നല്ല സ്പോണാണ്. നമ്മൾ പുറത്തേക്കും വോയിഡിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ കവറുമാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ കുഴിച്ച് മുകളിലോട്ട് പോവാം. പഠിച്ചോനെ കാത്തോളി. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഒറ്റയ്ക്ക് കൊല്ലാൻ പോണത്. ഞാൻ സെർവറിലൊക്കെ കുറേ കൊന്നിട്ടുണ്ട്, എന്നാലും ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ്.
അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മ ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള കൂട്ടിലുള്ള മറ്റേ പൊട്ടിത്തെറിക്കുന്ന സാധനം അത് പൊട്ടിത്തെറിപ്പിക്കണം. ഇനി എന്താ പറയാമെന്നറിയില്ല. അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്ക് ഡ്രാഗനെ കൊല്ലാം. ആദ്യം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇവിടെ എൻഡർ ചെസ്റ്റും വെക്കാം. ഓക്കെ, എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ബ്രിഡ്ജ് ചെയ്യുക, എല്ലാം പൊട്ടിക്കുക. അപ്പം അതും ടൈം ലാപ്സ് ആക്കാം. എന്താ വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്. സോ ടൈം ലാപ്സ്. ആ ചാവ് 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 ചാവ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബെഡ് റോക്ക് ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ഡ്രാഗനെ കൊന്നിരിക്കുകയാണ്. കുറേ XP ഇപ്പോൾ കിട്ടും. ഞാൻ നല്ല പ്രൗഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊല്ലണത്. അപ്പോൾ അതിൻ്റെ നല്ല പ്രൗഡിലാണ് ഞാൻ. ഓക്കെ, 42 XP. ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ നിങ്ങൾ എൻട്രി ചെസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും സ്ട്രോങ് ഹോൾഡ് എന്ന്. തൊള്ള കിട്ടാത്ത പേരാണുള്ളത്, സ്ട്രോങ് ഹോൾഡ്. അപ്പം ഇനി അത് റോക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എലൈറ്റർ എടുക്കണം. ആദ്യം ഈ മുട്ട എടുത്ത്, ഓക്കെ, മുട്ട ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി ചെസ്റ്റ് ഇവിടെ വെച്ചത് എവിടെയായിരുന്നു? പോയോ? പറയാൻ പറ്റില്ല. എൻഡർമാനൊക്കെ എടുത്ത് പോകും. എൻഡർമാൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. എവിടെയായിരുന്നു? അവിടെ അവിടെ അവിടെ. ഓക്കെ, ആ ലൈറ്റും കാണുന്നുണ്ട്. ഓക്കെ, എൻഡർ ചെസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളെ ടോർച്ച് അവിടെ ഉണ്ട്. ഓക്കെ, ടോർച്ച് 1 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് കയ്യിലേക്ക് ആ മുട്ട എങ്ങനെ എടുത്തേക്കാം. ഒന്നുകൂടെ അടിയിൽ ടോർച്ച് വെച്ച് ഇത് പൊട്ടിക്കാം. അങ്ങനെ നമ്മളെ ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ഡ്രാഗൻ്റെ എഗ്ഗും കയ്യിലെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എലൈറ്റർ എടുക്കാൻ പോകണം. ആദ്യം ഈ മുട്ട സേഫ് ആക്കണം. ഒക്കെ സെറ്റാണെങ്കിൽ ബ്രിഡ്ജ് ചെയ്യാൻ കുറേ ബ്ലോക്കൊക്കെ വേണം. നമുക്ക് പോർട്ടൽ പുതിയത് വന്നിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബെഡ് റോക്കിൽ അങ്ങനെ കണ്ടെന്നാണ് ഞാൻ ജാവേൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ബെഡ് റോക്കിൻ്റെ ഞാൻ കണ്ടിട്ടില്ല. നോക്കാം. കുറച്ച് എൻഡർമാനെയും കൊല്ലാം. പോർട്ടൽ ഇതാ. ഒരു മിനിറ്റ്. അയ്യോ, ഇവനെവിടുന്ന്? ഓക്കെ, ഓനെ കാണാനില്ല. നമുക്കിനി നേരെ മുകളിലേക്ക് പോയിട്ട് പോർട്ടൽ ഇവിടെ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക്. പോർട്ടൽ അവിടെയാണ്. അത് കുറച്ച് ദൂരെയാണ്. നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം, സീനില്ല. ഇനി നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് എൻഡർപേൾ ഇത് അങ്ങോട്ട് എറിഞ്ഞാൽ അയ്യോ ചത്ത. ഓ ഒറ്റ ബ്ലോക്കും കൂടി മാറിയതിനെ വോയിഡിലെ. ഇനി അങ്ങോട്ട് ഒരു എൻഡർപേൾ എറിയണോ? ചങ്ക് കൂട്ടിയിടാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ കാണേണ്ടതാണ്. പിന്നെ കുറച്ച് ഗ്രാഫിക്സൊക്കെ കുറച്ചിടാൻ എന്താ വെച്ചാൽ ലാഗാവും. എൻ്റെ ഡിവൈസ് കുറച്ച് ചെറുതാണ്, ഗെയിമിങ്ങിനൊന്നും പറ്റിയതല്ല. അപ്പോൾ ഇതിലാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. ഓക്കെ, 12 ചങ്കിലിട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ര ഇട്ട്. അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. സോ നമുക്ക് ഇങ്ങോട്ടാ പോവുക. തൊട്ടടുത്തൊന്നും കാണാനില്ലല്ലോ. ഒന്നും കാണാനില്ല. അപ്പം മിക്കവാറും ഞാൻ കുറേ അലയേണ്ടി വരും. സോ നമുക്ക് ഒരു ഷിപ്പ് കണ്ടുപിടിച്ചിട്ട് കാണാം. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു എന്താ പറയുക, സിറ്റി കണ്ടിട്ടുണ്ട്. അവിടെ ഷിപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങോട്ട് പോയേക്കണം. അതേ അവിടെയുണ്ട്. ഓ, ഷിപ്പുണ്ട്. ഓക്കെ, നമുക്ക് അപ്പം ഒരു ഷിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എലൈറ്റർ പെട്ടെന്ന് പോയി എടുക്കാം. ഇവിടെ എൻട്രി ചെസ്റ്റ് വെക്കാം.
ബ്ലോക്ക് എടുക്കാം. അത് ഇതും മതിയോ? ഇതും മതി, ഒന്ന് എടുത്തേക്കാം, എന്തായാലും വെറുതെ വെക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് മുകളിലേക്ക് ചെല്ലാം. മുകളിലേക്ക് കറക്റ്റ് നോക്കണം, കറക്റ്റ് ചെല്ലണം. അവിടെ എത്തിയിട്ട് കറക്റ്റ് സെൻറ്ററിലായാൽ ഓക്കെ, ഇത് സെറ്റാണ്. ഇവിടെ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ, ഞാനിങ്ങെത്തി. ഓക്കെ, കറക്റ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ മുകളിലേക്ക് കുഴിച്ചിട്ട് ചാടി ചാടി ഒന്നുകൂടെ. അയ്യോ, ഒരു ബ്ലോക്കും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ, 11 അവിടെ ഉണ്ട്. അയ്യോ എടാ. ഓക്കെ, അവന് മറ്റേ ശൽക്കർ ഷെല്ലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് താഴോട്ട് വെക്കട്ടെ. ഓക്കെ, ഇത് ഇവിടെ നിന്നോട്ടെ, എനിക്ക് ആവശ്യമില്ല. നമ്മളെ ഫസ്റ്റ് എലൈറ്റർ ഞാനിതാ കയ്യിലേക്ക് എടുക്കാൻ പോവാണ്. എടുത്ത്. ഓക്കെ, സെറ്റ്. ഇതിപ്പോൾ ജാവയിലാണെങ്കിൽ നമുക്ക് മറ്റേ അഡ്വാൻസ്മെൻ്റൊക്കെ കിട്ടീന്. ഓക്കെ, ഇതിൽ ഒരു സോഡ്, ലെഗിൻസ്, പ്രൊട്ടക്ഷൻ 4, ത്രോൺസ് 2, അൺബ്രേക്കിംഗ് 3. ഓക്കെ, സെറ്റ്. ഫോർച്യൂൺ 2, എഫിഷ്യൻസി 4. ഓക്കെ, നൈസ്. അതും നിന്നോട്ടെ, അത്യാവശ്യം നല്ല എൻചാൻമെൻ്റ് ആണ്. അയൺ നിന്നോട്ടെ, ബീട്രൂട്ട് വേണ്ട. ഡയമണ്ട്, അൺബ്രേക്കിംഗ് 3, മെൻഡിങ്, എഫിഷ്യൻസി 4. സെറ്റ്. ഓക്കെ, അതൊന്നും വേണ്ട, അതൊന്നും ഞാൻ എടുക്കണില്ല. നമുക്ക് ഏതായാലും ലൈറ്റർ ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ റോക്കറ്റ് കൊടുത്ത് ഇനി നമുക്ക് പറക്കാനുള്ള ടൈമാണ്. ആദ്യം ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് പറക്കാം. ഇവിടെ ഒരുത്തനും കൂടി ഉണ്ട്, അവനെ തട്ടിയേക്കാം. ഓക്കെ, ഒന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുറേ ഷെല്ലൊക്കെ കളക്ട് ചെയ്യണം. അതിന് മുന്നേ ഇവിടെ ഡ്രാഗൻ്റെ ഹെഡ് ഉണ്ട്, അതും കളക്ട് ചെയ്തേക്കാം. സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഡ്രാഗൻ്റെ ഹെഡ് നേരെ വോയിഡിലുണ്ടാവും. സൂക്ഷിച്ചടാ, സൂക്ഷിക്ക്. ഒരു സേഫ്റ്റിക്ക് വെച്ചതാണ്. ഓക്കെ, പൊട്ടി. ഓക്കെ, കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം ഡ്രാഗൻ്റെ ഹെഡും സെറ്റ്. ഇനി ഇതും ഇതിലെടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നേരെ പറക്കാം ഇവിടെ നേരെ. ഓക്കെ, സെറ്റ്. ഓ, എന്തൊരു സുഖം എന്നറിയാം. കുറേ കാലമായി എലൈറ്റർ വെച്ച് പറന്നിട്ട്, അതുകൊണ്ടാണ്. ഓ, അടിപൊളി. ഓക്കെ, ഇനി ഇവിടുത്തെ ശൽക്കർ ഷെല്ലൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. സോ നമുക്ക് അതൊരു ടൈം ലാപ്സ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ബേസിലെത്തി. എത്ര ശൽക്കർ ഷെല്ല് കിട്ടിയെന്നൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിൽ ഒരു മെൻഡിങ്ങും അൺബ്രേക്കിംഗ് 3 ഉണ്ട്. അത് നമ്മൾ എലൈട്രയിൽ കിട്ടേക്കാം. എലൈട്ര എടുത്തില്ല. ഓക്കെ, എലൈട്ര ഏകദേശം കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതും ഇട്ടു. ഇനി നമുക്ക് മോബ് ഫാമിൽ പോയിട്ട് കുറച്ച് XP ഗ്രൈൻഡ് ചെയ്യാം. ശൽക്കർ ഷെല്ലിൻ്റെ ഇതിലാട്ടോ ഏകദേശം 20, 22 അങ്ങനെ എന്തോ, 40 20, 40 അങ്ങനെ എന്തോ അതിന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത് വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പം ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ഇനി ഈ ലെറ്റ്സ് പ്ലേ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പം ഇതന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ പറയുക. ഓക്കെ, അപ്പം ബാക്കി വീഡിയോ ഡിലീറ്റായി പോയി, ഒന്നും വിചാരിക്കേണ്ട. ബ്ലാക്ക് സ്ക്രീൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.